പാലക്കാട് പുതുനഗരത്ത് കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന യുവാവിനെ സാഹസികമായി പോലീസ് പിടികൂടി. അഭിഭാഷകനായ ശ്രീജിത്താണ് അറസ്റ്റിലായത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിൽ ഇവിടെ കഞ്ചാവ് പിടിച്ചു എന്നാണ് പറഞ്ഞത്. അത് പരിശോധിക്കുമ്പോൾ കഞ്ചാവ് ഞങ്ങൾ ബോധ്യപ്പെട്ടു, കണ്ടു. 1/2 കിലോളം കഞ്ചാവ് കാണുന്നുണ്ട്. വക്കീലാണെന്ന് പറഞ്ഞത്, വക്കീലാണെന്ന് കൊല്ലങ്കോട് ആണെന്ന് പറഞ്ഞു, വക്കീലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കഞ്ചാവാണ്, അത് കൃത്യമായിട്ട് കഞ്ചാവെന്ന് ബോധ്യപ്പെട്ടു, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം പോലീസ് ശ്രീനാഥ് ASI പറഞ്ഞാൽ അദ്ദേഹം വണ്ടി തടുത്തു നിർത്തി, കപ്പലേക്ക് മൂപ്പര് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പിന്നെ വേറൊരു കാറും ഓട്ടോ ഒക്കെ ക്രോസിലിട്ടിട്ടാണ് അവർ പിടിച്ച് ഇത് ചെയ്തത്. പക്ഷേ മൂപ്പര് വണ്ടി എടുത്താണെങ്കിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുമായിരുന്നു. പക്ഷേ അതൊക്കെ തടഞ്ഞിട്ടാണ് അവർ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, നാട്ടുകാരുടെ കൂടി സഹായത്തിലാണിത് പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ് ശ്രീത്ത്? ജില്ലാ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരം, അതായത് ഈ ശ്രീജിത്ത് എന്ന അഭിഭാഷകൻ കൊല്ലങ്കോട് സ്വദേശിയാണ്. ഇയാൾ നിരവധി തവണ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. അതായത് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുൻപ് ആലത്തൂരിൽ വെച്ച് ഒരു വാഹന പരിശോധനയിൽ ശ്രീജിത്തിന്റെ കാർ തടഞ്ഞു നിർത്തുന്നു. പക്ഷെ അപ്പോഴേക്കും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. എന്തായാലും ആ ഘട്ടത്തിൽ മുതൽ തന്നെ കൃത്യമായ രീതിയിൽ ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ന് കൊല്ലങ്കോട് മുതൽ കൃത്യമായ രീതിയിൽ ഇയാളെ പോലീസ് ചേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുതുനഗരത്ത് വെച്ച് ഇത്തരം ഒരു ASI പുതുനഗരം പോലീസിനെ കൂടി വിവരം അറിയിച്ച് ഡാൻസ് ഓഫ് സംഘം ആ പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടത്തുന്ന സമയത്താണ് ASI ശ്രീരാജ് എന്നയാളെ കബളിപ്പിച്ച് വീണ്ടും വാഹനം മുൻപോട്ടെടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് മറ്റ് 2 വാഹനങ്ങൾ കുറുകെ കൊണ്ടുവന്നിട്ടതിനു ശേഷമാണ് ഈ ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 1/2 കിലോളം വരുന്ന കഞ്ചാവ് ഈ അഭിഭാഷകൻ കൂടിയായ ശ്രീജിത്തിന്റെ പക്കൽ നിന്ന് കാറിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഇയാൾക്കെതിരെ മുൻപ് നേരത്തെ വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഈ കഞ്ചാവ് എവിടെ നിന്നാണ് കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാമെന്നാണ് ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പുതുനഗരം പോലീസും അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.